അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂ താലിബിൻ്റെ മരണത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഉണ്ടായിരുന്ന ഉപദ്രവങ്ങൾ കൂടുതൽ ശക്തമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, മാ നാലത് മിന്നി ഖുറൈശുൻ ഷൈഅൻ അക്റഹുഹു ഹത്താ മാത അബൂ താലിബ്. അബൂ താലിബ് മരണപ്പെടുന്നത് വരെ ഖുറൈശികളുടെ ഭാഗത്തു നിന്നും അസഹനീയമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. അത്ര ശക്തമായ പിന്തുണയാണ് അബൂ താലിബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയിരുന്നത്. അബൂ താലിബിൻ്റെ മരണത്തോടുകൂടി പലതരത്തിലുള്ള അക്രമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഉണ്ടാകാൻ തുടങ്ങി. അവരിൽപ്പെട്ട പലരും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് തായിഫിലേക്ക് പോകാനുള്ള തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്നത്. ഒരു പ്രവാചകൻ എന്ന നിലയിൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവങ്ങൾ എത്ര ശക്തമായാലും, പ്രബോധിത സമൂഹം എത്രമേൽ നിസ്സഹകരിച്ചാലും ദൗത്യവുമായി മുന്നോട്ടു പോകേണ്ടുന്ന ബാധ്യത പ്രവാചകന്മാർക്കുണ്ട്. ലോക ചരിത്രത്തിലുള്ള മുഴുവൻ പ്രവാചകന്മാരും അതുതന്നെയാണ് പഠിപ്പിച്ചത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഇബ്രാഹിം നബി, മൂസാ നബി, എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെയായിരുന്നു. അവർക്കെല്ലാം എതിർപ്പുകളും ഉപദ്രവങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിലൊന്നും അവർ അവരുടെ ഉത്തരവാദിത്വമൊന്നും പിന്നോട്ട് പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രവും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. എത്ര വലിയ ഉപദ്രവങ്ങളും അക്രമങ്ങളും ഉണ്ടായാലും ദഅവത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പുറകോട്ട് പോവുക എന്നുള്ളത് ഒരു പ്രവാചകനിലും സംഭവിക്കുന്ന കാര്യമല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പ്രബോധന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ പിന്തുണ ലഭിക്കുന്ന ഒരു നാട് എന്ന നിലയിൽ ഒരു അന്വേഷണം, ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ത്വായിഫ്. അങ്ങനെ ത്വായിഫിലേക്ക് യാത്രയായി. മക്കയിൽ നിന്നും ഏകദേശം 85 കിലോമീറ്റർ ദൂരമുണ്ട് ത്വായിഫിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ദൂരം നടന്നാണ് പോയത്. ഒരു വാഹനത്തിൽ യാത്ര ചെയ്തിട്ടില്ല. അതുപോലെ കൂടെ ഉണ്ടായിരുന്നത് സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു മാത്രമാണ്. മറ്റ് സഹാബാക്കളെ ആരെയും കൂടെ കൂട്ടിയില്ല. അതിനൊക്കെ ചരിത്രകാരന്മാർ കൃത്യമായ കാരണങ്ങൾ പറയുന്നുണ്ട്. ഒരു വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും യാത്രയാകുന്നത് കണ്ടാൽ ഒരുപക്ഷെ ഖുറൈശികൾ നാടുവിട്ടുള്ള ഒരു യാത്രയാണെന്ന് വിചാരിക്കാനും അത് പല അനർത്ഥങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യും. അതുപോലെ സയ്യിദ് ബിൻ ഹാരിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുമകനാണ്, നബിയോടൊപ്പം എപ്പോഴുമുള്ള ആളാണ്. അപ്പോൾ സയ്യിദ് ബിൻ ഹാരിസ കൂടെ ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു ധാരണയിലേക്ക് എത്തിക്കുകയില്ല നാട്ടിലെ ഖുറൈശികളായ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ മറ്റൊരാളാണ് കൂടെ ഉള്ളതെങ്കിൽ ഇത് വേറെന്തോ ലക്ഷ്യത്തിലുള്ള യാത്രയാണെന്ന് ചിന്തിക്കാനും അത് ചില അനർത്ഥങ്ങൾ ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കരുതലോടുകൂടിയാണ് നീങ്ങിയത്. മക്കയിൽ നിന്നും 80-ലേറെ കിലോമീറ്റർ ദൂരമുള്ള ആ നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു തന്നെ പോയി. കൂടെ സയ്യിദ് ബിൻ ഹാരിസയെ മാത്രം കൂട്ടുകയും ചെയ്തു. ഇങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫ് എന്ന് പറയുന്ന നാട്ടിലേക്ക് എത്തി. അവിടെയുള്ള ജനങ്ങളുമായി, പ്രധാനികളുമായി കണ്ട് സംസാരിക്കുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം. ആ നാട്ടിലെത്തിയപ്പോൾ പക്ഷേ അവിടുത്തെ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ തയ്യാറായില്ല. നാട്ടിലെ പ്രധാനികളും സ്വീകരിക്കാൻ തയ്യാറായില്ല. നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും സ്വീകരിക്കാൻ തയ്യാറായില്ല. അതിൻ്റെ ഒരു കാരണം ചില ചരിത്രകാരന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം. മക്കക്കാർക്ക് വലിയ വ്യാപാര ബന്ധവും അതുപോലുള്ള നിരന്തരമായ ബന്ധങ്ങളുള്ള ഒരു നാടായിരുന്നു തായിഫ്. അവരുടെ ചൂട് കാലങ്ങളിൽ മക്കക്കാർ തായിഫിലേക്ക് എത്താറുണ്ടായിരുന്നു. തായിഫിലേക്ക് എത്തുന്നത് അവർക്ക്, മക്കക്കാർക്കെല്ലാവർക്കും പലർക്കും തന്നെ കൃഷിയിടങ്ങളുണ്ട്. അവിടുത്തെ പ്രധാനികളായ സമ്പന്നർക്കെല്ലാവർക്കും തന്നെ തായിഫിൽ കൃഷിയിടങ്ങളുണ്ട്. ആ കൃഷിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അതിനോടൊപ്പം അവർക്ക് അവിടെ താമസ സൗകര്യങ്ങളും വീടുകളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചൂട് കാലമായി കഴിയുമ്പോൾ തായിഫ് കുറച്ചുകൂടെ ശാന്തമായ, ചൂട് കുറഞ്ഞ, കുറച്ചുകൂടെ ഫലഭൂഷ്ടിയുള്ള നല്ല നാടാണ്. മക്ക പോലെ മരുഭൂമിയല്ല. അതുകൊണ്ട് തായിഫ് ഒരു ആശ്വാസത്തിൻ്റെ നാട് എന്ന നിലയിൽ ചൂട് കാലങ്ങളിൽ മക്കക്കാർ തായിഫിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു. അവിടെ അവർക്കെല്ലാവർക്കും തന്നെ കൃഷിയിടങ്ങളുണ്ടായിരുന്നു. സമ്പന്നരായ എല്ലാവർക്കും തന്നെ കൃഷിയിടങ്ങളുണ്ടായിരുന്നു. അവിടെയുള്ള ലാത്ത എന്ന വിഗ്രഹം പ്രസിദ്ധവുമാണ്. തായിഫിലാണ് ലാത്ത എന്ന വിഗ്രഹമുള്ളത്. ഇപ്പോൾ ഇവർ നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ചൂട് കാലങ്ങളിൽ ലാത്ത എന്ന വിഗ്രഹത്തിൻ്റെ അടുക്കൽ അവർ വരികയും സന്ദർശിക്കുകയും അതിലൂടെ അതൊരു വലിയ ഒരു സാമ്പത്തിക വരുമാന മാർഗവുമായിരുന്നു തായിഫുകാരെ സംബന്ധിച്ചിടത്തോളം. മക്കക്കാർ ഒന്നായി എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ തായിഫുകാർ സ്വീകരിക്കുകയാണെങ്കിൽ അത് മക്കക്കാർക്ക്
അനിഷ്ടമുണ്ടാകുന്നതിന് കാരണമാകും. ഇവർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തികമായ പുരോഗതി കുറഞ്ഞു പോകുന്നതിനും കാരണമാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം തായിഫിലെ പ്രധാനികൾ ഇത്ര ശക്തമായ നിഷേധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് എന്ന് ചില ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രധാനികളായ 3 പേരെ ചെന്ന് കണ്ടു. അവരോട് 3 പേരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു, ആക്ഷേപിച്ചു. അവർ പറഞ്ഞു, നീയാണോ പ്രവാചകൻ? നിന്നെയാണ് അല്ലാഹു തആല പ്രവാചകനായി അയച്ചതെങ്കിൽ കഅബയിൽ തൂക്കിയിരിക്കുന്ന കില്ല ഞാൻ പിടിച്ച് കീറിക്കളയുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് അത്രമേൽ മോശമായൊരു പ്രവർത്തനം ഞാൻ ചെയ്യും. അവരുടെ ഇടയിൽ വലിയ മഹത്വമുള്ളൊരു സ്ഥലമാണ് കഅബ. അതിനോട് അനാദരവിൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്യും എന്നിടത്തോളം ഗൗരവമുള്ള വർത്തമാനം ഒരാൾ പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു, അള്ളാഹുവിന് നിന്നെ അല്ലാതെ വേറൊരാളെയും കിട്ടിയില്ലേ നബിയായിട്ട് അയക്കാൻ എന്നാണ് പ്രതികരിച്ചത്. മൂന്നാമതൊരാൾ പറഞ്ഞതിങ്ങനെയാണ്, നിന്നോട് സംസാരിക്കാൻ തന്നെ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നീ പറയുന്നത് പോലെ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ അത് അങ്ങനെയുള്ള ഒരാളോട് നിഷേധം പറയുന്നത് ശരിയല്ല. ഇനി യഥാർത്ഥ നബിയാണെങ്കിൽ നിഷേധം പറയുന്നത് ശരിയല്ല. നീ കള്ളമാണ് പറയുന്നതെങ്കിൽ അങ്ങനെയുള്ളവരോട് സംസാരിക്കേണ്ട ആവശ്യവുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈയൊഴിച്ചു. സത്യത്തിൽ മറ്റു നാട്ടിലാണ് ചെന്നത്. മക്കക്കാരുടെ ഒരു പൊതുവായ ശീലമെന്ന് പറഞ്ഞാൽ വലിയ ആതിഥ്യ മര്യാദ അവർ എല്ലാ കാലഘട്ടത്തിലും പാലിച്ചിരുന്നു. ഇത് മാത്രമല്ല, ഒരു വിദേശി വരികയാണെങ്കിൽ ആ വിദേശിയോട് വളരെ മാന്യമായി പെരുമാറും. അവരെ ഉപദ്രവിക്കുക, അവരെ അസ്വസ്ഥപ്പെടുത്തുക, പരിഹസിക്കുക, ഇതൊന്നും മക്കക്കാർ അല്ലെങ്കിൽ അറബികൾ ചെയ്തിരുന്ന ശീലങ്ങളല്ല. അറബികൾ ഇത്തരം കാര്യങ്ങളിൽ ഉന്നതമായ നിലവാരം പുലർത്തിയിരുന്നവരാണ് സ്വഭാവത്തിൽ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനും അവർ തയ്യാറായില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു. എന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും 10 ദിവസം ആ തായിഫിൽ തന്നെ താമസിച്ചു എന്നും സാധാരണക്കാരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസത്തെ ആ താമസത്തിന് ശേഷവും പ്രതികരണങ്ങളൊന്നും ഉണ്ടാകാതെ വന്നപ്പോൾ ഈ നേതാക്കന്മാരോട് പറഞ്ഞു, നമ്മൾ തിരിച്ചു പോവുകയാണ്, പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. നിങ്ങൾ ഒരിക്കലും മക്കക്കാരെ എൻ്റെ വരവിൻ്റെ കാര്യം അറിയിക്കരുത്. അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെത്തി കഴിയുമ്പോൾ അത് കൂടുതൽ ആക്ഷേപത്തിനൊക്കെ കാരണമായി മാറും. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കാതിരുന്ന സ്ഥിതിക്ക് ഒരു ഉപകാരം ചെയ്യണം, ആരെയും മക്കക്കാരെ അറിയിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ അവസാനമായി വെച്ച ഒരു അപേക്ഷ. ആ അപേക്ഷയും അവർ സ്വീകരിച്ചില്ല. അതാണ് പറഞ്ഞത്, അറബികൾ ഒരു വിദേശിയോട് കാണിച്ചിരുന്ന സാമാന്യമായ മര്യാദയ്ക്ക് വിരുദ്ധമായിട്ടാണ് തായിഫുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിച്ചത്. അവർ പിള്ളേരെ കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ഉപദ്രവം ആരംഭിച്ചു. 2 വരികളായി അവർ നിന്നു എന്നാണ്. വഴിയുടെ 2 സൈഡുകളിലായി 2 വരികളായി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ കല്ലെറിഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദന കൊണ്ട് ഇരുന്നു പോകുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കുമായിരുന്നു. വീണ്ടും നടക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും എറിയും. ഈ നിലയിൽ കൂടി വളരെ വലിയ അക്രമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ അവിടെ ആ നാട്ടിലെ ജനങ്ങൾ, ആ നാട്ടിലെ കുട്ടികളെ കൊണ്ട് പോലും ചെയ്യിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ആ നാട്ടിൽ നിന്നും കുറേശ്ശെയായിട്ട് നടന്ന് ആ നാടിൻ്റെ അതിർത്തി കടന്നിട്ട് ഒരു മുന്തിരിത്തോട്ടത്തിലെത്തി. മുന്തിരിത്തോട്ടത്തിൻ്റെ ആ തണലിൽ അതിൻ്റെ ഒരു തണുപ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവും ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ വരുന്ന കല്ലുകളെയൊക്കെ സ്വന്തം ശരീരം കൊണ്ട് സ്വീകരിക്കുകയായിരുന്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തലയും പൊട്ടിയിട്ടുണ്ട്, തലയിൽ നിന്നും ധാരയായി രക്തവും ഒഴുകുന്നുണ്ട്. ഇങ്ങനെ 2 പേരും ക്ഷീണിതരാണ്, 2 പേരും ശരീരത്തിൽ ഒരുപാട് പരിക്കേറ്റവരുമാണ്. ഇങ്ങനെ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ അടുക്കിലെത്തുമ്പോൾ അവിടെയാണ് കാണുന്നത് ഉത്തുബയും ഷൈബയുടെയുമാണ് ആ മുന്തിരിത്തോട്ടം. മക്കക്കാരാണ്. നേരത്തെ പറഞ്ഞതുപോലെ മക്കക്കാരായ പ്രധാനികൾക്ക് പലർക്കും അവിടെ മുന്തിരിത്തോട്ടങ്ങളുണ്ടായിരുന്നു, പല കൃഷിയിടങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ആ തോട്ടം ഉത്തുബയുടെയും ഷൈബയുടേതുമാണ്. ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അവരുടെ ഒരു അടിമയെ ഭൃത്യനെ വിളിച്ചിട്ട് കുറച്ച് മുന്തിരി കൊടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു.
അങ്ങനെ അദ്ദാസ് എന്ന് പറയുന്ന നസ്രാനിയായ ആ ഭൃത്യൻ ഒരു പാത്രത്തിൽ കുറച്ച് മുന്തിരിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുന്തിരി എടുത്തു, ബിസ്മി പറഞ്ഞ് ഭക്ഷിച്ചു. അപ്പോൾ ആ സമയത്ത് അദ്ദാസ് ചോദിച്ചു, ഇത് ഈ നാട്ടിലില്ലാത്ത ഒരു ശീലമാണല്ലോ, എവിടെ നിന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ബിസ്മി എന്ന്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദാസിനോട് ചോദിക്കുന്നുണ്ട്, അദ്ദാസെ, നീ ഏത് നാട്ടുകാരനാണ്, നീ എങ്ങനെ ആണ് ഈ നാട്ടിൽ എത്തിപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദാസ് പറയുന്നുണ്ട്, ഞാൻ നീനവക്കാരനാണ്, ഞാൻ നസ്രാനിയാണ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, നീനവ യൂനുസ് ബിൻ മത്തായിയുടെ നാടാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദാസ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, യൂനുസ് ബിൻ മത്തയെക്കുറിച്ച് നിങ്ങൾക്കെങ്ങനെ അറിയാം? ഞാൻ നീനവ എന്ന നാട് വിടുമ്പോൾ അവിടെ ചില്ലറ 10ഓളം വരുന്ന ശരിയായ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. അവർക്ക് മാത്രമേ യൂനുസ് എന്ന പ്രവാചകനെക്കുറിച്ച് തന്നെ അറിയുള്ളൂ. നീനവക്കാർ പോലും മറന്നുപോയ യൂനുസിനെ നിങ്ങൾ എവിടെ നിന്ന് അറിഞ്ഞു എന്ന് അത്ഭുതത്തോടു കൂടി അദ്ദാസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക അഖി കാന നബിയ്യൻ വ അന നബിയ്യുൻ, അതെൻ്റെ സഹോദരനാണ് യൂനുസ്, അദ്ദേഹം നബിയായിരുന്നു, അദ്ദേഹത്തെ പോലെ ഒരു പ്രവാചകനാണ് ഞാൻ, ഞങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പറയുമ്പോൾ അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ, തലയിൽ, കൈകളിൽ, കാലിൽ എല്ലാം ചുംബിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇത് അപ്പുറത്തു നിന്ന് ഉത്ബയും ഷൈബയും കാണുന്നുണ്ട്. അവർ പരസ്പരം പറയുന്നു, നമ്മുടെ ഭൃത്യൻ വഴിപിഴച്ചു പോയിരിക്കുന്നു, അദ്ദേഹം അതാ മുഹമ്മദിനെ ചുംബിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അദ്ദാസ് തിരിച്ചു പോയപ്പോൾ അവർ ചോദിച്ചു, എന്താണ് നീ അദ്ദേഹത്തെ ചുംബിച്ചതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദാസ് പറഞ്ഞു, അദ്ദേഹം പ്രവാചകനാണ്, യൂനുസിനെ അറിയാവുന്ന, യൂനുസ് ബിൻ മത്തയെ അറിയുന്ന പ്രവാചകനാണ് എന്ന് പറയുമ്പോൾ അവർ അദ്ദാസിനെ തിരുത്തി കൊടുക്കുന്നുണ്ട്, നീ ശരിയായ വിശ്വാസത്തിലുള്ള ആളാണ്, നിന്നെ വിശ്വാസത്തിൽ നിന്നും അയാൾ വഴികെടുത്തിക്കളയും എന്ന് അബ്ദാസിനെ ഉത്ബയും ഷൈബയും ഉപദേശിക്കുന്നുണ്ട്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ യാത്രയിൽ കിട്ടിയ ഒരു ആശ്വാസം, ഒരല്പം മുന്തിരി കഴിക്കാൻ കിട്ടിയത്, അതിനേക്കാൾ വലിയ ആശ്വാസം ഒരു നാടിൻ്റെ മുഴുവൻ ഹിദായത്ത് ലക്ഷ്യമാക്കി പോയപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചത്, അദ്ദാസ് ഇസ്ലാം സ്വീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിൻ്റെ ഈ യാത്രയിലാണ് ഇങ്ങനെ മനസ്സ് നൊന്ത് പറഞ്ഞത്, അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ദുഅഫ ഖുവ്വതി, അല്ലാഹുവേ എൻ്റെ ബലഹീനതയെ ഞാൻ നിന്നോട് സമർപ്പിക്കുന്നു, വഖില്ലത ഹീലതി വഹവാനി അലന്നാസ്, ഞാൻ ജനങ്ങളുടെ ഇടയിൽ നിസ്സാരനായി പോകുന്നു, ജനങ്ങൾ എന്നെ വിലവയ്ക്കുന്നില്ല, എനിക്ക് കാര്യങ്ങൾ യഥാവിധി ചെയ്യാൻ അറിയുന്നില്ല, അതെല്ലാം ഞാൻ നിന്നോട് ആവലാതിപ്പെടുകയാണ്. വാ അന്ത അർഹമുർ റാഹിമീൻ, നീ ഏറ്റവും കരുണയുള്ളവനാണല്ലോ. അന്ത റബ്ബുൽ മുസ്തദഅഫീൻ, നീ ദുർബലരുടെ റബ്ബാണല്ലോ. അന്ത റബ്ബി, നീ എൻ്റെ റബ്ബാണ്. ഇലാ മൻ തഖിലുനി, നീ ആരെയാണ് എന്നെ ചുമതലപ്പെടുത്തി ഏൽപ്പിക്കുന്നത്? ഇലാ ബഈദിൻ യതഹജ്ജമുനി, എന്നെ ഉപദ്രവിക്കുന്ന ഒരു ബഈദായ അഥവാ ഞാനുമായി പരിചയമില്ലാത്തൊരു വ്യക്തിയിലേക്കാണോ? വൈലാ അദുവിൻ മല്ലക്തഹു അംരി, എൻ്റെ കാര്യത്തിൽ എല്ലാവിധ അധികാരവും നീ ഏൽപ്പിച്ചു കൊടുത്ത ശത്രുവിലേക്കാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. വലാകിൻ വഇല്ലം യകുൻ ബിക അലയ്യ ഗളബുൻ ഫലാ ഉബാലി, നിനക്കെന്നോട് കോപമില്ല എങ്കിൽ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. വലാകിൻ ആഫിയതക ഹിയ ഔസഉ ലി, നിൻ്റെ ഭാഗത്തു നിന്നുള്ള ആഫിയത്ത് കിട്ടുകയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ആശ്വാസം. അഊദു ബിനൂരി വജ്ഹികല്ലദി അഷ്റഖത് ലഹു ദുലുമാത്, മുഴുവൻ ഇരുളുകളെയും വെളിച്ചമാക്കി മാറ്റുന്ന നിൻ്റെ മുഖത്തിൻ്റെ വെളിച്ചം കൊണ്ട് ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവേ, നീ എൻ്റെ മേൽ ദേഷ്യപ്പെടരുത്, എന്നോട് നീ കോപിക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, ഹൽ അതാ അലൈക യൗമുൻ കാന അശദ്ദ മിൻ യൗമി ഉഹദ്, ഉഹദ് യുദ്ധത്തേക്കാൾ തീവ്രതയേറിയ ഏതെങ്കിലും ഒരു സന്ദർഭം താങ്കൾക്കുണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫ് യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ത്വായിഫിലെത്തുകയും അവിടെ അബ്ദി യാലീൽ ഇബ്നു അബ്ദി കുലാൽ എന്ന വ്യക്തിയുടെ അടുക്കൽ വിശുദ്ധ ദീനിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം എൻ്റെ വാക്കുകൾ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം എന്നെ സമ്പൂർണ്ണമായി നിരാകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ ദുരനുഭവങ്ങൾ എനിക്കുണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ നിന്നും മടങ്ങി
ഖർണു സആലിബ് എന്ന പ്രദേശത്തെത്തിയപ്പോൾ അതുവരെ എനിക്കെതിരെ ഉണ്ടായ ഉപദ്രവങ്ങളും അക്രമങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് സത്യത്തിൽ എനിക്കൊരു ആശ്വാസം കിട്ടിയത്. ആ സ്ഥലത്ത് ഞാൻ എത്തിയ സമയത്താണ് ആകാശത്തു നിന്നും ആ പ്രത്യേകമായൊരു തണൽ എനിക്ക് അനുഭവപ്പെടുന്നത്. ഫൈദ അനബി സഹാബത്തിൻ ഖദ് അദല്ലത്തിനി, ഒരു മേഘത്തിൻ്റെ തണൽ എനിക്ക് അനുഭവപ്പെടുന്നു. ഫനദർതു ഫൈദ ഫീഹ ജിബ്രീൽ, ഞാൻ ആ മേഘം ഏതാണ് എന്ന് മുകളിലേക്ക് തല ഉയർത്തി നോക്കുമ്പോൾ അവിടെ ജിബ്രീലുണ്ട്. ജിബ്രീലിനെയാണ് ഞാൻ കണ്ടത്. ഫനാദാനി, ജിബ്രീൽ എന്നെ വിളിച്ചു. ഫഖാല ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക വമാ റദ്ദു അലൈക, നബിയെ അങ്ങയോട് തായിഫുകാർ പറഞ്ഞ മറുപടിയും അവരുടെ പ്രതികരണങ്ങളുമെല്ലാം അള്ളാഹു കേട്ടിരിക്കുന്നു. ഖദ് ബഅസ ഇലൈക മലക്കൽ ജിബാലി ലിതഅ്മുറഹു ബിമാ ശിഅത ഫീഹിം, അവരുടെ വിഷയത്തിൽ എന്ത് നടപടി വേണമെങ്കിലും എടുക്കാൻ തയ്യാറായി മലകളുടെ മലക്കിനെ അല്ലാഹു തആല എന്നോടൊപ്പം നിയോഗിച്ചിട്ടുണ്ട്. താങ്കൾ എന്തു പറയുന്നോ ആ തരത്തിലുള്ള ശിക്ഷ അവരുടെ വിഷയത്തിൽ നടപ്പിലാക്കുന്നതാണ്. ഫനാദാനി മലക്കുൽ ജിബാൽ, അപ്പോൾ ആ മലക്ക് എന്നെ വിളിച്ചു. ഫസല്ലമ അലയ്യ, എന്നോട് സലാം പറഞ്ഞു. സുമ്മ ഖാല യാ മുഹമ്മദ്, മുഹമ്മദേ ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക വഅന മലക്കുൽ ജിബാൽ, താങ്കളുടെ ജനത അഥവാ തായിഫിലെ സമൂഹം താങ്കളോട് നടത്തിയ പ്രതികരണം എന്താണെന്ന് അള്ളാഹു കേൾക്കുകയും ആ പ്രതികരണം മോശമായതിൻ്റെ പേരിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. ഖദ് ബഅസനി റബ്ബി ഇലൈക ലിതഅ്മുറനി ബി അംരിക, താങ്കളുടെ കാര്യത്തിൽ താങ്കൾ എന്ത് കൽപ്പിക്കുന്നോ അത് നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുകയാണ് എന്ന് ആ മലക്കിൻ്റെ പ്രതികരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുണ്ടായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിങ്ങനെയാണ്: ഈ സമൂഹത്തെ നശിപ്പിക്കണം എന്നതല്ല എൻ്റെ ആഗ്രഹം, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു വലാ യുശ്രികു ബിഹി ഷൈഅ. എൻ്റെ പ്രതീക്ഷയും എൻ്റെ ആഗ്രഹവുമെല്ലാം ഈ സമൂഹം ഇനിയും നിലനിൽക്കണമെന്നാണ്. പിൽക്കാലത്ത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവരിൽ നിന്നും ഒരു സമൂഹം രൂപപ്പെട്ടു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു വലാ യുശ്രികു ബിഹി ഷൈഅ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിനോടൊപ്പം ആരാധനയിൽ ഒന്നിനെയും പങ്കുചേർക്കാത്ത യഥാർത്ഥ വിശ്വാസികളായ സമൂഹം ഇവരുടെ പിൻതലമുറക്കാരിലെങ്കിലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതാണ് എൻ്റെ ആഗ്രഹവും. അതുകൊണ്ട് ഈ സമൂഹം ഇനിയും നിലനിൽക്കണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി, മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാം. അപ്പോൾ ഒരു പ്രവാചകൻ്റെ ചിന്ത, ഒരു പ്രവാചകൻ ജീവിതത്തിൽ എത്ര വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോഴും പ്രബോധന മാർഗത്തിൽ നിന്നും പിന്തിരിയില്ല എന്നുള്ളതാണ് ത്വായിഫ് യാത്ര നമുക്ക് പഠിപ്പിക്കുന്ന പാഠം. മക്കയിൽ ദീർഘമായ പ്രബോധന പ്രവർത്തനം കൊണ്ട് കാര്യമായ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ കാര്യമായ സ്വീകാര്യത മക്കയിൽ ലഭിക്കാതിരിക്കുകയും അഭയമായി നിന്നവർ യാത്രയാകുകയും ചെയ്തപ്പോൾ കൂടുതൽ പരീക്ഷണങ്ങളുണ്ടായി. പക്ഷേ പ്രവാചകൻ എന്ന നിലയ്ക്ക് പ്രബോധന പ്രവർത്തനം അവസാനിപ്പിക്കുകയില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് പോകുന്നത്. തായിഫ് യാത്രയുടെ മടങ്ങിവരവ് ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. പ്രവാചകന്മാരെപ്പോഴും സമൂഹത്തിൻ്റെ ഹിദായത്താണ് ആഗ്രഹിക്കുന്നത്. സമൂഹം ഏതെങ്കിലും തരത്തിൽ മോശമായി പ്രതികരിച്ചു എന്നതിൻ്റെ പേരിൽ ആ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കാനുള്ള ആഗ്രഹമല്ല പ്രവാചകന്മാർ പുലർത്തുക. അവരാ സമൂഹം വീണ്ടും നിലനിൽക്കണമെന്നും അവരിലൂടെ ശരിയായ വിശ്വാസികൾ ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. ആ നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തായിഫിലേക്കുള്ള യാത്രയും തായിഫിൽ നിന്നും മടങ്ങി വരുമ്പോഴുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണങ്ങളുമെല്ലാം ഒരു യഥാർത്ഥ പ്രവാചകൻ്റെ സവിശേഷമായ ഗുണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം.